എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ്. കടയ്ക്കൽ സ്വദേശിയായിട്ടുള്ള മനീഷിന്റെ മോള് കൃപ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയെക്കുറിച്ചുള്ള സന്തോഷം ഉള്ളൊരു വാർത്തയാണ്. ആ വാർത്ത എന്താണെന്നറിയോ? ഈ കുട്ടി കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ഫിനാൻസ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ആഭരണം കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് കുട്ടിക്ക് ആദ്യം മനസ്സിലായില്ല. ഒരു വളയായിരുന്നു. ആ വള അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആരുടെയോ കയ്യിൽ നിന്ന് കളഞ്ഞു പോയ ഒരു വളയായിരുന്നു. ആ വള അവൾ കൃത്യമായിട്ട് എടുക്കുകയും അതോടൊപ്പം തന്നെ അത് തിരികെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം, എവിടെയാണോ അത് കളഞ്ഞു പോയ സ്ഥാപനത്തിലേക്ക് തന്നെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണത്. ശരിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ശരിക്കും തിരിച്ചറിയാമെങ്കിലോ അറിഞ്ഞുകൂടെങ്കിലോ സ്വർണ്ണമാണോ ചിലപ്പോൾ അത് കളഞ്ഞേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരു പക്ഷെ അത് എടുത്തേക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ ആ കുട്ടി ഉണ്ടല്ലോ ഒത്തിരി നല്ല മനസ്സിന് ഉടമയായിട്ടൊരു മോളാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കൃപയാണ്. മോളെ ഹാപ്പിയാണോ? സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായല്ലോ. എന്തായിരുന്നു സംഭവിച്ചതെന്ന്? അന്ന് ഞാൻ സ്കൂളിൽ വിട്ട് ട്യൂഷനിലേക്ക് വരുന്നത് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കടയുടെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം ഫിനാൻസിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി ആയിരുന്നു. അങ്ങനെ ആ വണ്ടിയുടെ ഇടയിൽന്ന് ഇങ്ങനെ വള കിടക്കുന്നുണ്ട്. കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി സ്വർണ്ണമായിരുന്നു. അപ്പം ഞാൻ ആ ഫിനാൻസ് കണ്ടപ്പോൾ അമ്മയുടെ ഒക്കെ കൂടെ എപ്പോഴും ഇവിടെ പോകുന്നതായിരുന്നു. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സാധനം കളഞ്ഞു കിട്ടിയാൽ അതായത് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാനത് എടുത്തിട്ട് അമ്മ അങ്ങനെ വിളിച്ചിട്ട് ആ മാമ കൊടുത്തപ്പോൾ ആ മാമൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്പറും സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് സമ്മാനം തിരിച്ചു കൊടുത്തു. അപ്പൊ ഭയങ്കര ഹാപ്പി ആയോ? എന്തോ പറഞ്ഞു അങ്കിള്? അങ്കിൾ പറഞ്ഞു സ്കൂളിൽ വെച്ചൊരു സമ്മാനം തരുന്നുണ്ടെന്ന്. ആണോ? ഒക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ എല്ലാരും അറിഞ്ഞോ? എല്ലാരും ആദരിച്ചോ? എന്ത് തോന്നുന്നു ഇപ്പൊ? സന്തോഷം തോന്നുന്നു. ഹാപ്പിയാണോ? ഓക്കെ. ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിലാട്ടോ പറഞ്ഞത്. കാരണം അവൾക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്, അല്ലെങ്കിൽ അത് കിട്ടിയ ആളെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കൂളിന്റെ വകയൊക്കെ മോൾക്കൊരു ആദരവുണ്ടായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? UPS കുറ്റിക്കാടിലാണ് മോൾ പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ വലിയ മനസ്സിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുട്ടികളും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് പറയും, ആരുടെയും ഒരു സാധനങ്ങൾ എടുക്കരുത്, അന്യവരുടെ ഒരു സാധനങ്ങൾ എടുത്തുകൊണ്ട് വരരുത് എന്നൊക്കെ പറയാം. അത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ മെസ്സേജ് കൊടുത്തിരിക്കുന്ന ഒരു അമ്മയാണ്. അപ്പൊ നമുക്ക് ആ അമ്മയൊന്ന് കാണണ്ടേ? അപ്പൊ നമുക്ക് അമ്മയോട് ചോദിക്കാം. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കൃപയുടെ അമ്മയാണ്. കൃപയുടെ അമ്മ ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞായിരിക്കുമ്പോഴേ കൃപയ്ക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ശരിക്കും എന്താ പറയാ, ഒരു സാധനം ആരുടെ എടുക്കരുത്, അങ്ങനെയൊക്കെ കുഞ്ഞു തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ എന്താ തോന്നിയേ? വളരെ സന്തോഷമുണ്ട്. പഴയ വാർഡ് മെമ്പറിന്റെ വൈഫ് വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ കടയിൽ അന്ന് വിളിച്ച് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ സ്കൂളിൽ വകയായിട്ട് പാരിതോഷികമൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ സന്തോഷമുണ്ട്. മാതൃകയായി നല്ലൊരു പ്രവൃത്തി ചെയ്തതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷത്തിന്റെ നിറവിൽ തന്നെയാണ് ഈ അമ്മ നിൽക്കുന്നത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാതൃകയാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ സമൂഹത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നത്. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവനിക്സൺ, വിസ്മയ ന്യൂസ്.